പനിശരത്ത് രാവിലെ വെളുപ്പിക്കൽ അങ്ങ് തുടരുന്നുണ്ട്. കാരണം അനുമോളുടെ ഫാൻസുകാരുടെ വായിന്ന് തെറി കേൾക്കുമെന്നുള്ള നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് ഇന്നലെ നടന്ന വിഷയത്തെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിക്കാനായിട്ട് രാവിലെ പനിശരത്ത് അനുമോളെടുക്കെ എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോ രാവിലെ ടാസ്ക് ഒക്കെ നടന്ന സമയത്ത് അനുമോളെ കളിയാക്കി എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അനുമോൾ ആരോടും മിണ്ടാതെ ഒഴിഞ്ഞു മാറി നടക്കുകയാണ്. അപ്പം അപ്പാനിശരത്ത് ഇപ്പം വന്ന് പറയുന്നത്, നീ അങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്ന കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് നീ ഇങ്ങനെ നടക്കരുത്, നീ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു പറയുന്നു. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്ന വേറൊരു കാര്യം പറയട്ടെ, നിന്റെ അടുക്ക വന്നിട്ട് എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ എനിക്ക് ഭയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ നീ അത് മാറ്റി പറഞ്ഞു കളയുമെന്നൊക്കെ പുള്ളിക്കാരൻ പറയുകയാണ്. അതുപോലെ തന്നെ പറയുന്നുണ്ട് അപ്പാനിശരത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ആദിലയും നൂറയും ശൈത്യമാണ് അപ്പാനിശരത്തിൻ്റെ അടുക്ക് ചെന്ന് പറഞ്ഞത്, അനുമോള് ഇങ്ങനൊരു വിഷയം പറഞ്ഞു പരത്തുന്നുണ്ട്, ആൾക്കാർക്കിടയിലേക്ക് ഇങ്ങനെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അനുമോളാണ് ബിൻസിയുടെയും അപ്പാനിശരത്തിൻ്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ മാനിപ്പുലേഷൻ നടത്തി ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുത്തത് എന്ന് ഇങ്ങനെ ശൈത്യ പറഞ്ഞതായിട്ട് ഈ അപ്പാനിശരത്ത് പറയുന്നത്. അത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിഞ്ഞില്ല. ഇനി നിലനിൽക്കാൻ വേണ്ടി കള്ളത്തരം പുള്ളിക്കാരൻ പറയുന്നതാണോ എന്നും അറിയത്തില്ല. ഇങ്ങനൊരു വിഷയം ഇപ്പൊ രാവിലെ പറയുന്നുണ്ട്. നിന്റെ കൂട്ടുകാർ തന്നെയാണ് നിന്നെ തേച്ചിരിക്കുന്നതെന്നാണ് അപ്പാനിശരത്ത് അനുമോളോട് പറയുന്നത്. എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഇന്നലെയാണെങ്കിൽ എല്ലാ പ്രശ്നം ഉണ്ടാക്കിയത് അപ്പാനിശരത്ത് തന്നെയാണ്. എന്തൊക്കെ വിഷയങ്ങളാണ് ഇന്നലെ രാത്രി നടന്നത്. എല്ലാവരും കൂടെ അനുമോളുടെ തോളേക്ക് അനുമോളുമായി വഴക്കിടുകയും അനുമോളെ ഇല്ലാത്തത് പറയുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രി. എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചത്. എന്നിട്ടാണ് ഇപ്പം രാവിലെ പറയുന്നത്, ഞാനായിട്ടല്ല ഇതൊന്നും വരുത്തി വെച്ചത്, ഞാൻ അങ്ങനൊന്നും ചെയ്യത്തില്ല,